എന്തോ ഏലിയാവ് പറഞ്ഞേ? ശക്തമായ ദൂത് ആരോട് പറഞ്ഞു? രാജാവിനോട് പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു രാജാവിനോട് ഒരു പ്രവചനം പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? രാജാവിന്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കാം, ഇല്ലേ? അന്നത്തെ കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കി, ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠമായ പലതും ലഭിക്കാം. ആമേൻ. എന്നാൽ അടുത്ത ദൂത് വരിക, എന്താ? നീ എവിടെ പോണം? കെരീത് തോട്ടിലോട്ട് പോണം. എലിയാവ് വിചാരിച്ചു കാണും, ഒരു ദൂതൊക്കെ പറഞ്ഞ് അതൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോ രാജാവിനെ ചുറ്റിപ്പറ്റി അല്ലേ വിചാരിച്ച് കാണാം. പക്ഷെ അടുത്ത ദൂത് വരിക, എവിടെ പോണം? കെരീത് തോട്ടിന്റെ അരികെ പോണം. അടുത്ത ദൈവത്തിന്റെ വാക്ക്, ഞാൻ നിന്നെ, നീ തോട്ടിൽ നിന്ന് കുടിക്കണം, ഞാൻ നിന്നെ പുലർത്തേണ്ടതിന് കാക്കയോട്. ആമേൻ. കാക്കയോട് കൽപ്പിക്കുമെന്നാണോ കൽപ്പിച്ചിരിക്കുന്നു എന്നാണോ? കൽപ്പിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. നമ്മുടെ ദൂതുകൾ മുഴുവനും ആത്മാവിൽ ദൈവം റിലീസ് ചെയ്തേക്കും. പറഞ്ഞത് മുഴുവനും നിനക്ക് വേണ്ടി ഓപ്പൺ ആണ്. പറഞ്ഞ ദൂതുകൾ മുഴുവനും ആത്മമണ്ഡലത്തിൽ ഓപ്പണായി കിടക്കുകയാണ്. ആമേൻ. ഞാൻ നിനക്ക് വേണ്ടി തുറക്കുമെന്നല്ല, തുറന്നു വെച്ചിരിക്കുകയാണ്. ആമേൻ. പക്ഷെ ഒരു കാര്യം, കാക്ക വരണമെങ്കിൽ നീ ആഹാബിന്റെ കൊട്ടാരത്തിൽ ഇരുന്ന പോരാ, നീ കരീതിൽ ചെല്ലണം. ഹലോ, സൂപ്പർ നാച്ചുറൽ കാണണമെങ്കിൽ നിന്റെ കംഫർട്ട് സോണിനകത്ത് ഇരുന്നാ പറ്റത്തില്ല. വാഗ്ദത്തം കയ്യിൽ വരണമെങ്കിൽ, വാഗ്ദത്തം കാണണമെങ്കിൽ ദൈവം നിന്നോട് പറഞ്ഞെടുത്തേക്ക് നീ മുന്നേറണം. ഈ ദൂത് നിന്റെ കയ്യിൽ വീഴണമെങ്കിൽ നീ എവിടെ ചെന്നിരിക്കണം? കേറിയത് തോട്ടിൽ എത്തിയാലേ നിന്നോട് പറഞ്ഞത് കയറി വരത്തുള്ളൂ. എന്ന് വെച്ചാൽ നീ എത്തിയാൽ അത് വന്നിരിക്കും. ആത്മമണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ഓൾറെഡി സ്വർഗം തുറന്നിരിക്കുന്നത് പോലെ ഓപ്പണാണ്. ദൈവത്തിന്റെ വാക്കിന് ഇറങ്ങിത്തിരിക്കണം. ദൈവത്തിന്റെ വാക്കിന് മൂവ് ചെയ്യണം. അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുതം. ദൈവം വച്ചിരിക്കുന്നത് നിന്നിലേക്ക് പറന്നു വരുന്നത്.